ബഹുമാനപ്പെട്ട കോടതി ശിക്ഷാവിധിയുടെ അവസാനം അന്വേഷണം നടത്തിയ ടീമിന് ഒരു പ്രശംസ അറിയിച്ചിട്ടുണ്ട്. അതായത് 56 ദിവസം കൊണ്ട് കേസ് ചാർജ് ഷീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ കോടതി സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ ഞാൻ നിൽക്കുന്നതിന് വരെ നമ്മുടെ മുൻ പാലക്കാട് SP അജിത് കുമാർ സാർ, ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ SP ആണ്, അദ്ദേഹം വരേണ്ടിയിരുന്നു. അത് അല്ലാതെ തന്നെ നമ്മുടെ മുൻ റേഞ്ച് DIG ഹരിശങ്കർ സാർ, അദ്ദേഹം കൂടി വരേണ്ടിരുന്നു. അവരുടെ എല്ലാം കൂട്ടായ പരിശ്രമവും പിന്നെ എൻ്റെ കൂടെയുള്ള പോലീസുകാർ, പിന്നെ നമ്മുടെ GP വിജയകുമാർ സാറ്, അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ പ്രയത്നം മൂലമാണ് ഇങ്ങനെ വധശിക്ഷ കിട്ടിയത്. എല്ലാ കണ്ടെത്തലും കോടതി ശരിവെച്ചു. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേസിൽ ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു പ്രതിഭാഗം വക്കീൽ. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റി. പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന് തന്നെ അതായത് പ്രതീക്ഷിച്ചിരുന്നു. 2025 ഫെബ്രുവരി 3-ാം തീയതി നമ്മുടെ പാലക്കാട് DPOയിൽ വെച്ച് ഹരിശങ്കർ സാറ്, പഴയ DIG സാറ്, ഒരു മോക്ക് ട്രയൽ നടത്തിയിരുന്നു. അതായത് അദ്ദേഹം പ്രതിഭാഗം വക്കീലും പിന്നെ പഴയ SP അജിത് കുമാർ സാറ് ജഡ്ജിയും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അന്ന് അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതലൊന്നും ഇവിടെ ചോദിച്ചില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്കനുസൃതമായിട്ട് ഞങ്ങൾക്ക് മുന്നൊരുക്കം നടത്തിയിരുന്നു, ട്രയലിനടക്കം മുന്നൊരുക്കം നടത്തിയിരുന്നു. പിന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ വിങ്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സുഹൃത്ത് രമേശനാണ് SI. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പ്രോസിക്യൂഷൻ വിങ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസിക്യൂഷൻ വിങ്ങാണ് നമ്മുടെ പഴയ SP വിശ്വനാഥൻ സാർ ഇരിക്കുന്ന കാലം തൊട്ട്. അപ്പോൾ കറക്റ്റ് സാക്ഷികളെ സ്ഥലത്തെത്തിക്കാനും അവരെ കൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ പഠിപ്പിക്കാനും, പിന്നെ നമ്മുടെ ഈ എയ്ഡ് പ്രോസിക്യൂഷൻ്റെ ജിനപ്രസാദ്, നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയകുമാർ സാറ്, അതുകൂടാതെ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പഴയ നമ്മുടെ ജില്ലാ പ്രോസിക്യൂട്ടർ അനിൽകുമാർ സാർ, അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നന്നായി സഹായിച്ചിട്ടുണ്ട്. നാല് സാക്ഷികൾ കൂറുമാറിയത്, ഒന്ന് അദ്ദേഹത്തിൻ്റെ ചെന്താമരയുടെ ഏട്ടൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ ഒരു പൊന്നു എന്ന് പറഞ്ഞൊരു ചേച്ചി, അവരുടെ അയൽവാസിയായിരുന്നത്, പിന്നെ ഗിരീഷ്. ഞങ്ങൾ 28-29 ദിവസം കൊണ്ട് ചാർജ് ഷീറ്റ് തയ്യാറാക്കിയെങ്കിലും ഈ നമുക്ക് ഐ വിറ്റ്നസസിനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐ വിറ്റ്നസിനെ കണ്ടെത്താനായിട്ടാണ് അവസാനം ഗിരീഷിലേക്ക് എത്തിയത്. പക്ഷേ ഗിരീഷ് അന്ന് പറഞ്ഞെങ്കിലും പിന്നെ അദ്ദേഹം വന്ന് കോടതിയിൽ ഹോസ്റ്റൈലാവാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട സാക്ഷികളുടെ എല്ലാം തന്നെ 183 BNS പഴയ 164 CRPC പ്രകാരമുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവർ ഭാവിയിൽ എങ്ങാനും ഹോസ്റ്റൈലാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പഴയ SP അജിത് കുമാർ സാറിൻ്റെ ഒരു സൂത്രമായിരുന്നു ഇവരുടെ എല്ലാം ഗൂഗിൾ ടൈം ലൈൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അവരുടെ എല്ലാം ഗൂഗിൾ ടൈം ലൈൻ എടുത്തതുകൊണ്ടും അതിലും ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു. അവരുടെ ഗ്രിഡ് റെഫറൻസ് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും വെച്ചിട്ടുള്ള കറക്റ്റ് അവരുടെ ലൊക്കേഷൻ, കറക്റ്റ് ആ മാപ്പ് നമ്മൾ ബഹുമാനപ്പെട്ട കോടതി ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ലോങ് റണ്ണിൽ ട്രയലിൽ അധികം സമയം എടുക്കുകയാണെങ്കിൽ ഈ സാക്ഷികൾ കൂറുമാറാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഇതിനെ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇയാൾ ഇടം കയ്യാനാണോ വലം കയ്യാനാണോ അതിനുള്ള തെളിവുകൾ ശേഖരിച്ചിരുന്നു. പിന്നെ ഇദ്ദേഹം മാനസികാരോഗ്യത്തിന് ചികിത്സ തേടിയിട്ടുണ്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ്സ് നേരത്തെ നമ്മൾ വാങ്ങിച്ചിരുന്നു. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഇത് കൂടാതെ ഒരുപാട് ഓഫീസേഴ്സ് സഹചര്യൻ്റെ കൂടെയുള്ള പോലീസുകാർ അല്ല, ഇടംകയ്യനായിരുന്നു പ്രതി. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് ചോദിച്ച് എല്ലാം കറക്റ്റ് തെളിവുകൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ എല്ലാം, പ്രത്യേകിച്ച് ഹരിശങ്കർ സാറിൻ്റെയും അജിത് കുമാർ സാറിൻ്റെയൊക്കെ കറക്റ്റ് മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെല്ലാം കൂടുതലായിട്ട് ഇത്രയും കറക്റ്റായിട്ട് 2025-27-ാം തീയതി മുതൽ ഈ കേസ് ഇത്രയും കൊടുക്കുന്നവരെ ഇത്രയും കറക്റ്റായിട്ട് മീഡിയയ്ക്ക് ജനങ്ങളെ ബ്രീഫ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സംഭവമല്ല എന്തായാലും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് കുറേയൊക്കെ ചീത്തപ്പേര് കേട്ടാലും മീഡിയ പോലീസിന് അധികം കുറ്റമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതിലും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ദൃക്സാക്ഷി കൂറുമാറിയാലും ആശങ്കയുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് കേസിൽ 2020 ഉണ്ടായിരുന്ന ആ കേസിൽ 5 വർഷം കഴിഞ്ഞു നമുക്ക് ഈ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട്. 5 വർഷം, അതും DIG സാർ ഹരിശങ്കർ സാർ ഇടപെട്ടത് കൊണ്ടാണ് അത്രയും പെട്ടെന്ന് കിട്ടിയത്. പക്ഷേ നമ്മുടെ ഈ റീജിയണൽ ഫോറൻസിക് ലാബ് തൃശ്ശൂർ പോലീസ് അക്കാദമിയിലുള്ളതിനും വെറും 15 ദിവസം 14-ാം ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പികൾ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തതിൻ്റെ കോപ്പികൾ DNA ടെസ്റ്റും അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് 56-ാം ദിവസം തന്നെ നമുക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സായ നമ്മുടെ ചിറ്റൂർ മജിസ്ട്രേറ്റ് ശിവദാസൻ സാറ്, ആലത്തൂരിലുള്ള നമ്മുടെ ഇന്ദുജൂഡൻ സാർ, അവരെല്ലാം തന്നെ ഇന്ദുജൂഡൻ സാറെല്ലാം രാത്രി 11 മണി വരെ നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് അന്ന് രാത്രി അതെല്ലാം അവിടെ ഐറ്റം നമ്പറായി പിടിച്ച് രാവിലെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒരാളെ കൊണ്ടുപോയാൽ അത് എന്നെ ഏൽപ്പിച്ചു തന്ന് നമ്മൾ രാവിലെ ഒരു 9:30 ആകുമ്പോഴേക്കും നമ്മൾ ലാബിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. അപ്പം മേലുദ്യോഗസ്ഥരുടെ പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ കൊടുവാളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ചെയിൻ ഓഫ് കസ്റ്റഡി അത് ഒരിക്കലും 24 മണിക്കൂറിൽ കൂടാൻ പാടില്ല. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തന്നെ സൂക്ഷിക്കണമെന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നതുകൊണ്ടും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലൊന്ന് ശ്രദ്ധിച്ച് നമ്മുടെ വിജയകുമാർ സാർ നല്ല PP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായങ്ങളുണ്ടായിരുന്നു. പ്രതിഭാഗം വക്കീലിനെ പറ്റിയ ഒരു വാക്ക്, എൻ്റെ ജീവിതത്തിൽ കുറേ കേസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും
ക്വയറ്റായിട്ട് നമ്മളോട് സംസാരിച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റിയ ഒരു പ്രതിഭാഗം വക്കീലായിരുന്നു ജേക്കബ് മാത്യു. കാരണം നമ്മൾ ചെന്താമരയ്ക്ക് എതിരായിട്ട് ഞാൻ ഉത്തരം നൽകേണ്ടി വരുന്ന ഒരു ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കില്ലായിരുന്നു. അതേസമയം തന്നെ ചാറ്റ് GPT ജനറേറ്റ് ചെയ്ത നമ്മുടെ ഈ സീൻ കാർഡ് ചെയ്യാനുള്ള എന്തായിരുന്നു നിങ്ങളുടെ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തായിരുന്നു, അങ്ങനെ കുറേ ചോദ്യങ്ങൾ AI ഉപയോഗിച്ചുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊക്കെ വിജയകുമാർ സാറ് മറുപടി പറഞ്ഞു, ഞാനും മറുപടി പറഞ്ഞു. എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, പക്ഷേ ആ 2 കുട്ടികൾക്കുണ്ടായ ആ നഷ്ടത്തേക്കാൾ വലുതൊന്നുമല്ല ഞങ്ങളുടെ സന്തോഷം. 20 ലക്ഷം രൂപ പിഴത്തുകയുണ്ട്. അതിൽ അവരുടെ റിലേറ്റീവ്സിന് 1-2 പേർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വീട് വിറ്റ് കൊടുക്കണം, വിലാസിനിയുടെ ചെന്താമരയുടെ ഭാര്യയുടെ പേരിലുള്ള ആ വീട് വിറ്റിട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അഖിലയ്ക്കും അനശ്വരയ്ക്കും അതുല്യയ്ക്കും പിന്നെ ലക്ഷ്മിയുടെ മകൻ സുരേന്ദ്രൻ സുനിത എന്നിവർക്കും ഇത് പ്രപ്പോർഷനിൽ അത് എത്ര പ്രപ്പോർഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.